Assalamualaikum dear friends, welcome back to Shamys curryworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നാടൻ രീതിയിലുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് അവലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ എന്നും എണ്ണ പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും നല്ലതാണ്. മാത്രവുമല്ല ഇത് ഭയങ്കര രുചിയുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രൗൺ അവിലാണ് എടുത്തിട്ടുള്ളത്. ചെമ്പ കണ്ടല്ലോ, ഈ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് അവല് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവല് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും 2 കപ്പ് അവല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരോഗ്യത്തിന് നല്ലത് ബ്രൗൺ അവിലായതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ അവല് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വറുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഇതിലോട്ട് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ അവിൽ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിൽ നമുക്ക് വറുത്തെടുക്കും. ഒരു 2-3 മിനിറ്റ് വറുക്കുമ്പോൾ തന്നെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ അവിൽ പൊടിഞ്ഞ് വരും. ആ പരുവത്തിന് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ കണ്ടല്ലോ, അവിൽ ചുരുങ്ങി വരും. അപ്പോൾ തന്നെ റെഡിയായി വരാറായി. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം 1 മിനിറ്റ് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അവിൽ ഓൾറെഡി നമ്മൾ ചൂടാണല്ലോ, അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. അവിലൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് ആവേ ഉള്ളൂ. മൊത്തത്തിൽ ഒരു 2-3 മിനിറ്റ് വറുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഡ്രൈ ആയി വരുന്നത്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന അവിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലോണം വറന്ന് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ റവയിലൊക്കെ പോലെ തരി കാണണം. ചെറിയ തരിയോട് കൂടി നമ്മൾ പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം അവിലും തേങ്ങയും വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പാനിലോട്ട് അതേ പാനിൽ തന്നെ ഞാൻ 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഇത് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുത്തോളൂ. പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര മെൽറ്റായി കിട്ടും. അതിനാണ് ഞാൻ ഇവിടെ പൊടിച്ച് ചേർക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പൊടിക്കാതെ ചേർക്കുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കും. അപ്പോൾ എനിക്കിവിടെ പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അരിച്ച് ഈ സമയത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കരയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനി നമുക്ക് അരിച്ച് മാറ്റാം. ഈ തിളയ്ക്കുന്ന അവസരത്തിൽ തന്നെ അരിച്ച് മാറ്റാം. അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുക്കരുത്, ഉരുകിപ്പോകും. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അരിപ്പ് വേണം ഇതുപോലെ അരിച്ചൊഴിക്കാൻ എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് ഈ ശർക്കര ഒന്ന് കുറുക്കിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വറ്റി വരണം. അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ അരിച്ചൊഴിച്ചല്ലോ, അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആവിൽ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഈ പാനിൽ നിന്നും ഈ ആവിൽ ഇങ്ങനെ വിട്ട് വരണം. ആ പരുവം ആവണം. അതായത് ശർക്കരയെല്ലാം നല്ല വറ്റി ഈ ആവിലുമായിട്ട് ഒന്ന് യോജിച്ച് വരണം. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ആ ഏലക്കയുടെയും ശർക്കരയുടെയും ആവിലിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെക്കാൻ പാടില്ല, തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നെയ്യിലൊന്ന് മൂപ്പിച്ച് എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തേ ഉള്ളൂ.
ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളത് കപ്പലണ്ടി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കപ്പലണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ ശർക്കര എല്ലാം വറ്റി ആവിലിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു നെയ്യ് തടവി ഒരു പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടിയല്ലോ, കണ്ടോ. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് നെയ്യ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടി ലഡുവായിട്ടും എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുറിച്ചാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ അതാ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് വിടിയിച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ എല്ലാം വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇത് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വീണോളും, കണ്ടല്ലോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അലുവ പോലെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പിസ്ത ഇവിടെ എല്ലാത്തിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, കണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതാ കണ്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, കപ്പലണ്ടി മുന്തിരിയൊക്കെ അകത്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കപ്പലണ്ടി കിടക്കുന്നത് കാരണം ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് curryworld സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്